ഡി ഈക്വൽ ടു നമുക്കൊരു 3 കൊടുക്കാം. ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ, ഡി ഇഷ്ടപ്പെട്ട. അപ്പം എയുടെ വാല്യൂ ആദ്യമേ കണ്ടുപിടിക്കണം. 10 മൈനസ് 3 ഇൻറ്റു നമ്മളെടുത്ത ഡി ഏതാ 3. നിങ്ങൾക്ക് നോക്കി 10 മൈനസ് 9. 10 മൈനസ് 9 നിങ്ങൾക്ക് എ കിട്ടുന്നതെന്ന് നോക്കി 1. എ കിട്ടി 1. അപ്പോൾ നമുക്ക് എന്താ സെക്കൻഡ് എ എസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സെക്കൻഡ് എ എസ് കണ്ടുപിടിക്കുകയാണിതാ. സെക്കൻഡ് എ എസ് നോക്കി 3 കൊണ്ട് നമുക്ക് ഈ 1ൽ കൂട്ടിപ്പോണം. ഒന്നാമത്തെ ടൈം 1, രണ്ടാമത്തെ ടൈം 3ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 4. 4ൻ്റെ കൂടെ 3 കൂട്ട് 7. 7ൻ്റെ കൂടെ 3 കൂട്ട് 10. 10ൻ്റെ കൂടെ 3 കൂട്ട് 13. 13ൻ്റെ കൂടെ 3 കൂട്ട് 16, 19. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 70 കിട്ടുമെന്ന് നിങ്ങൾ നോക്കി. നിങ്ങൾക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് 70 കിട്ടും. കിട്ടത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നോക്കിയേ, 19 1ഉം 20 ആയോ? 20ഉം 10ഉം 30, 36. 36ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 40. 40ഉം 10ഉം എത്ര? 50. 50ഉം 3ഉം 53. 53ഉം 7ഉം എത്രയായി? 60. 60ഉം 10ഉം എത്ര? 70. സോ സിമ്പിൾ. ഡി ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇനി ഒരു ഡിയും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. 3 സീക്വൻസ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. സാർ ഇപ്പോൾ 2 സീക്വൻസ് തന്നിട്ടുണ്ട്. ഒരെണ്ണം നിങ്ങൾ ചെയ്യുക. അത് ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഡിയുടെ വാല്യൂ കേട്ടോ. മൈനസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പോകണം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക.